ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോയി വന്നിട്ടുള്ള ഒരു ഗെറ്റപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. ഹെയറും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞാൻ കുറച്ചായിട്ട് ഈ ഒരു ഹെയർ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. എൻ്റെ ഹെയർ കുറച്ചൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഹെയറാണ്, ഫ്രിസി ഹെയറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര എണ്ണ ഇട്ടാലും എൻ്റെ ഹെയറിലേക്ക് എണ്ണ പോരാത്ത പോലെ തോന്നുന്ന ഒരു ഹെയർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് മാക്സിമം നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 1 മണിക്കൂറൊക്കെ വെക്കുന്ന സമയത്താണ് എൻ്റെ ഹെയറിൽ നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേരമൊക്കെ വെക്കാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നും. കാരണം പെട്ടെന്ന് തന്നെ തലവേദനയും പെട്ടെന്ന് ഒരു ജലദോഷം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ എനിക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു എണ്ണയാണ്. അപ്പോൾ പുറത്ത് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര പൊടിയും അതുപോലെ ഡ്രൈനെസ്സും അതുപോലെ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫിൻ്റെ കുറച്ച് തുടക്കമായിട്ട് ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് എനിക്ക് എന്തായാലും ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നല്ലൊരു തലയ്ക്ക് നല്ലൊരു കുളിർമ കിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലയിൽ 1 മണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ട് വേണം എനിക്കിന്ന് തലയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന എണ്ണ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിൽ, ആദിവാസി ഹെർബൽ ഹെയർ ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ കാച്ച് ഓയിൽ പ്യൂർ ആയുർവേദത്തിൻ്റെ ആണ്. ബാക്കിൽ തന്നെ നമുക്കിതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എഴുതിയിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ളതാണ്. ഇതിന് ചെറിയൊരു യെല്ലോ ടിൻ്റ് മാത്രമാണ് കളർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൽ നല്ലപോലെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തേച്ചിട്ട് നമുക്ക് നമുക്ക് തണുപ്പൊക്കെ സഹിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് സ്മെല്ലും കാര്യങ്ങളും കാച്ചിയ എണ്ണൻ്റെ സെയിം സ്മെൽ തന്നെയാണ് വരുന്നത്. ഇതിൽ എക്സ്ട്രാ ഫ്രാഗ്രൻസും അങ്ങനെ ഒന്നും ചേർക്കാത്ത നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു ആയുർവേദ എണ്ണയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഒന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ, അതിൻ്റെ എത്ര റേറ്റ് എന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് മുഖേനയാണ്. നിങ്ങൾക്ക് ഈ ഒരു എണ്ണ വാങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വാട്സപ്പ് നമ്പറും കൂടെ ഞാൻ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ആ വാട്സപ്പ് നമ്പർ മുഖേന നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ തലയിൽ പൊടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഭയങ്കര ഇച്ചിങ് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്, ഡാൻഡ്രഫ് ഇഷ്യൂ, അതുപോലെ ഹെയർ ഫാൾ ഇഷ്യൂ, അതെല്ലാം നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.